തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നെങ്കിലും ഒരാൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. വൈറൽ തിരഞ്ഞെടുപ്പ് ഗാനം പാടിയ ആൾക്ക് വേണ്ടിയാണ് ആ കാത്തിരിപ്പ്. ആളെ ഞങ്ങളുടെ പ്രതിനിധി സമീർ ബിൻ കരീം കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിലേക്കാണ് ഇനി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളിൽ ഒന്ന് പോറ്റിയെ കേറ്റി എന്ന് പറയുന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാട്ടായിരുന്നു. ആ പാട്ട് പാടിയ ആളെ ഇപ്പോഴും ആർക്കും അറിയില്ല. നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശി ദാനിഷാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഭയങ്കര വൈറലാണ് ആ പാട്ട്. UDF ആണ് പ്രധാനമായും ഏറ്റെടുത്തിരിക്കുന്നത്. അതെ, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളങ്ങനെ ഇലക്ഷൻ വർക്കായിട്ട് ചെയ്തതാണ്. പക്ഷെ അത് വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് കത്തി. പാട്ട് അത്യാവശ്യം വൈറലായി. ഈ നേതാക്കളൊക്കെ പറയുന്നതേ അവർ പറയുന്നതിനേക്കാളൊക്കെ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയം വളരെ വേഗത്തിൽ പാട്ടിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനങ്ങനെ ഇപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, ഇലക്ഷനെ സ്വാധീനിക്കാൻ ഈ പാട്ടിന്, അതിനൊരു ഭാഗമാകാൻ ഈ പാട്ടിന് പറ്റിയെന്നൊക്കെ. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്തു എന്നുള്ളൂ. ഈ സാധാരണഗതിയിൽ ഇലക്ഷനൊക്കെ പാട്ട് പാടുന്ന പോലെ ഒരു പാട്ടങ്ങ് പാടി. നമ്മൾ ഇലക്ഷൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളെ ഇങ്ങനെ ഒരു വർക്ക് വന്നപ്പോൾ ചെയ്തതാണ്. അത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വൈറലായി. അത് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാടിയതായിരുന്നോ അതോ എങ്ങനെയായിരുന്നു അത്? അല്ലല്ല, അത് UDFന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് GP ചാലപ്പുറം എന്ന് പറയുന്ന നാദാപുരത്തുള്ള ഒരു പ്രവാസി, അതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതേ എഴുതി നമ്മുടെ അനീഫ മുടിക്കോട് എന്ന് പറയും, അദ്ദേഹം സംഗീതമൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് വർക്ക് വന്നത്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്തു. CMS സുബൈർക്ക് ഉണ്ട്, അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് ചെയ്തതാണ്. പക്ഷേ ഈ പ്രചാരണ സമയത്ത് അത് അത്യാവശ്യം നന്നായി വൈറലായി. ഒരുവിധം LDFനെതിരെ ആയതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും അത് യൂസ് ചെയ്തു. ബാക്കിയുള്ള ഈ തെരഞ്ഞെടുപ്പ് UDFന് മാത്രമല്ല നേട്ടമുണ്ടാക്കിയത്, ദാനിഷിന് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു അറിയപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.